കൊട്ടിയത്ത് വരുന്ന മേൽപ്പാലത്തിൻ്റെ പിയർ വർക്ക് കണ്ട, പിയർ വർക്ക് കഴിഞ്ഞു. അതുപോലെ പിയർ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് 1, 2, 3 ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ആകെ അടിമുടി മാറി, സിഗ്നലൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലെ റോഡ് നിർമ്മാണ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. NH66 ആറൂരി പാതയാക്കുന്നതിൻ്റെ ഭാഗമായി കൊല്ലം ജില്ലയിലെ റോഡ് നിർമ്മാണം എവിടം വരെ ആയെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ കടമ്പാട്ട് കോണത്താണ് നിൽക്കുന്നത്. കൊല്ലം തിരുവനന്തപുരം ജില്ലയുടെ ബോർഡറാണ്. ഇവിടുന്ന് അങ്ങോട്ട് തിരുവനന്തപുരം ജില്ലയാണ്. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊല്ലം ജില്ലയുടെ എൻഡ് വരെ, ഓച്ചിറ വരെയുള്ള ഭാഗത്തെ കാഴ്ചകളാണ്. കംപ്ലീറ്റ് കാഴ്ചകളും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 or 3 പാർട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടുന്ന് അങ്ങ് ഓടി വരാൻ ഏകദേശം 1.5-2 മണിക്കൂറിൻ്റെ അടുത്തെടുക്കും. അപ്പോൾ വീഡിയോക്ക് ഭയങ്കര ലെങ്ത് കൂടും. അതുകൊണ്ട് 2 or 3 പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഇടുന്നത്. നമ്മൾ ഇവിടുന്നാണ് കടമ്പാട്ട് കോണത്തു നിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൊല്ലം ജില്ലയിൽ നിർമ്മാണം നടത്തുന്ന 2 കമ്പനിയാണ്. ഒന്ന് ശിവാലയ കൺസ്ട്രക്ഷനും പിന്നെ ഒന്ന് വിശ്വസമുദ്രയുമാണ്. ഇവിടുന്ന് കടമ്പാട്ട് കോണത്ത് സ്റ്റാർട്ട് ചെയ്ത് കാവനാട് വരെ ശിവാലയ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഇതൊക്കെ ശിവാലയ കൺസ്ട്രക്ഷൻ്റെ വർക്കാണ്. ഇവിടെയൊക്കെ ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടാണല്ലോ, നല്ല താഴ്ചയുള്ള സ്ഥലമായിരുന്നു. അവിടെയൊക്കെ കംപ്ലീറ്റ് കെട്ടി ഉയർത്തി ഇവിടെ റോഡ് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി പാരിപ്പള്ളിയിലേക്കാണ് പോകുന്നത്. ഉടനെ തന്നെ ഇതുവഴി വാഹനങ്ങൾ കയറ്റിവിടും. ഇവിടെ സർവീസ് റോഡ്, അപ്പുറം സർവീസ് റോഡിൻ്റെ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏകദേശം ആറുവരി പാതയുടെ ടാറിങ് ഫസ്റ്റ് ലെയർ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഇനി ഡിവൈഡർ വരും. പിന്നെ ക്രാഷ് ബാരിയറിൻ്റെ പണി ഒരു ഭാഗത്ത് പൂർത്തിയായിട്ടുണ്ട്, ഒരു ഭാഗത്ത് പണി ഇങ്ങനെ നടക്കുകയാണ്. ഇതൊക്കെ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ടാറിങ് ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ. സർവീസ് റോഡിൻ്റെ ടാറിങ് കുറേ നാളായി പൂർത്തിയായിട്ട്. നമ്മളിപ്പം പാരിപ്പള്ളി എത്തുന്നതിന് മുമ്പ് മുക്കട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസിൻ്റെ 2 ഭാഗത്തേക്കുള്ള പണി പൂർത്തിയായിട്ടുണ്ട്. ചെറിയൊരു അണ്ടർപാസാണ്, ചെറുതല്ല, അത്യാവശ്യം ഇടത്തരം മീഡിയം അണ്ടർപാസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പാരിപ്പള്ളിയിൽ പാലത്തിൻ്റെ പണി, മേൽപ്പാലത്തിൻ്റെ പണി തുടങ്ങിയത്. ഓക്കെ, നമുക്ക് ഇന്ന് പോയി നോക്കാം. 5 ദിവസങ്ങൾക്കകം പണി എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് പോയി നോക്കാം. പാരിപ്പള്ളി വരുന്ന പാലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗർഡറുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 2 ഭാഗത്തും ഗർഡറുകൾ നിർമ്മിച്ചു പോകൊണ്ടിരിക്കുകയാണ്. കേട്ടോ, നമ്മളെ വീഡിയോയിൽ എവിടെയും കട്ട് ചെയ്യുന്നില്ല. കംപ്ലീറ്റ് കൊല്ലം ജില്ലയിലെ റോഡ് പണി എവിടെ വരെ ആയെന്ന് കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ പതിയെ ഓടിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ 2 or 3 പാർട്ടായിട്ടായിരിക്കും നമ്മൾ വീഡിയോ ഇടുന്നത്. എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മളപ്പം പാരിപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നമ്മളൊരു 5 ദിവസം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വീണ്ടും ഇവിടെ പണി വലിയ രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ. പാരിപ്പള്ളിയിൽ പാലത്തിൻ്റെ കഴിഞ്ഞതിന് 2 പിയറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഇപ്പം 1, 2, 3 മൂന്നാമത്തെ പിയറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പൈലിങ് നടക്കുന്നത് കാണുന്നില്ലല്ലേ. വളരെ ഫാസ്റ്റായിട്ടാണ് കേട്ടോ വർക്ക് നടക്കുന്നുണ്ടോ. വലിയൊരു മേൽപ്പാലമല്ല, ചെറിയ മേൽപ്പാലമാണ്. ഇവിടെ നമുക്ക് കണ്ട മണ്ണ് ഇട്ട് ഉയർത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ.
രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ സർവീസ് റോഡ് റെഡിയാക്കി വാഹനങ്ങളെല്ലാം സർവീസ് റോഡ് വഴി കയറ്റി വിട്ടിട്ട് ഇവിടെ മണ്ണിട്ട് ഉയർത്തും. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. അന്നേരം ഉടനെ വാഹനങ്ങൾ ഇതുവഴി കയറ്റി വിടും. നമുക്ക് സർവീസ് റോഡ് വഴി ഒന്ന് എടുക്കുക. ഉടനെ ഈ സർവീസ് റോഡ് വഴി വാഹനങ്ങൾ കയറ്റി വിട്ടുകൊണ്ട് മെയിൻ റോഡിലെ പണി ഉടനെ തുടങ്ങും ഈ ഭാഗത്തെല്ലാം. ഇവിടെയൊക്കെ ഈ ഇടയ്ക്കാണ് ടാർ ചെയ്തത് കേട്ടോ, ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡെല്ലാം. എൻ്റെ പഴയ വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ ഈ വീഡിയോ കൂടെ കണ്ടാൽ ഞെട്ടും. ഞാൻ ഏകദേശം ഇത് പണി ഇവിടെ കെട്ടിടങ്ങൾ മരങ്ങൾ മുറിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു ലുക്ക് ഇന്നത്തെ ലുക്കും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മാറ്റമാണ് കേട്ടോ. ആ പഴയ വീഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, നിങ്ങളൊന്ന് കയറി പോയി കാണുക കേട്ടോ. ഈ ഭാഗത്തൊന്നും റോഡ് നിർമ്മാണം തുടങ്ങിയിട്ടില്ല. ഈ ഭാഗത്ത് നമ്മൾ പാരിപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഭാഗത്ത് വേണ്ട ഓടയൊക്കെ നല്ല ഉയർന്നിട്ടാണ് വരുന്നല്ലോ. ഫ്രണ്ട്സ്, നമ്മളിപ്പം പാരിപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഉള്ള കാഴ്ചയാണ്. ഈ ഭാഗത്ത് കുറേ ദൂരത്തേക്ക് നിരന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ മണ്ണ് കൊണ്ടിട്ട് നിരപ്പാക്കുന്ന, അത് ഉറപ്പിക്കുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഓടയുടെ നിർമ്മാണമൊക്കെ ഈ ഇടയ്ക്കാണ് പൂർത്തിയായത്. ഇടതുവശത്ത് കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ഭാഗത്ത് ഈ ഇടയ്ക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഭാഗത്ത് കുറേ നാളായിട്ട് പെൻഡിങ് ആയിരുന്നു, വർക്ക് തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്കാണ് വർക്ക് തുടങ്ങിയത്. ഇപ്പോൾ നല്ല ഫാസ്റ്റായിട്ടാണ് ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നത്. ഇവിടെ ചെറിയൊരു കുന്നുണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ, അത് ഇടിച്ച് താത്തിട്ടുണ്ട്. സർവീസ് റോഡ് ഉയർന്നിട്ടായിരിക്കും പോകുന്നത് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് കോൺക്രീറ്റ് വാൽ കെട്ടി ഉയർത്തുകയാണ്. നമ്മളിപ്പോൾ കല്ലുവാതിക്കൽ ജംഗ്ഷൻ എത്താൻ പോവുകയാണ്. കല്ലുവാതിക്കലാണ്. കല്ലുവാതിക്കൽ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ. അണ്ടർപാസ് കഴിഞ്ഞ് വരുമ്പോൾ കണ്ടോ ഇവിടെ ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് മെയിൻ റോഡ്.
സർവീസ് റോഡ് വഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത്. കല്ലുവാതുക്കൽ ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഭാഗത്ത് റൈറ്റ് സൈഡിൽ ചെറിയൊരു കുന്നുണ്ട്. അതിപ്പം ഇടിച്ച് താത്തോണ്ടിരിക്കുകയാണ്. പാറയാണ് കേട്ടോ, പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാറിങ് നടക്കുവാണ്. പുതിയ ടാറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആറൊരു പാതയുടെ ടാറിങ് കുറേ ഭാഗത്ത് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാഹനങ്ങൾ ഒരു സൈഡിൽ കൂടെയാണ് കിടത്തി വിടുന്നതെങ്കിലും അപ്പുറത്തെ വശത്തും ടാറിങ് പൂർത്തിയായിട്ടുണ്ട് ആറൊരു പാതയുടെ. പിന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡും ടാറിങ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്താണ് ആദ്യം തുടങ്ങി. ഈ കടപ്പാട്ടോണം കാവനാട് ഭാഗത്ത് ആദ്യം വർക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥലമാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. ഇത് ചാത്തന്നൂരും കല്ലുവാതുക്കലിനും ഇടയിൽ ശീമാട്ടിക്ക് അടുത്താണ് ഈ ഭാഗം. നമ്മളിപ്പോൾ ശീമാട്ടി ജംഗ്ഷൻ എത്താറായി. ഇവിടെയും ഇപ്പം ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ പണി നടക്കുകയാണ്. വലിയ മെഷീൻ വെച്ചിട്ടാണ് ഈ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയർ പണിയുന്നത്. കോൺക്രീറ്റ് ചെയ്യുന്നത്, ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വളരെ ഫാസ്റ്റായിട്ടാണ്. ഇതൊക്കെ ആ മെഷീൻ വെച്ചിട്ടാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ടാണ്, നല്ല ഡിസൈനിൽ അവിടെ ഈ കോൺക്രീറ്റ് ചെയ്യുന്നത് ഈ ക്രാഷ് ബാരിയർ. അതൊക്കെ ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്രയും ഈ ഡിവൈഡർ ഇവിടെ പൂർത്തിയായത്. നമ്മളിപ്പോൾ സ്പിന്നിങ് മില്ലിൻ്റെ അടുത്താണ്. സാറിന സ്പിന്നിങ് മില്ലിൻ്റെ ഫ്രണ്ടാണ്. സാറിന് സ്പിന്നിങ് മില്ലിൻ്റെ വസ്തുവാണ് കേട്ടോ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ശീമാട്ടി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ശീമാട്ടി ജംഗ്ഷനിലെ കാഴ്ചകളാണ്. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്, ചെറിയൊരു അണ്ടർപാസ്സാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മെയിൻ റോഡ് ഇങ്ങനെ ഉയർന്നിട്ടായിരിക്കും വരുന്നത്. അത് കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൻമതിലാണ് ഇവിടെ. എന്ത് പൊക്കത്തൊക്കെ. ഇത് ചെറിയൊരു അണ്ടർപാസ്സാണ് കേട്ടോ. ഇവിടെയൊക്കെ കുറച്ചും കൂടെ വീതി വേണം വരുന്ന അണ്ടർപാസ്. വളരെ ചെറിയ കേട്ടോ, വീതി വളരെ കുറവാണ്.
നമ്മൾ ചാത്തന്നൂർ എത്തുന്നതിന് മുമ്പാണ്. ഇവിടെ കുറേ ഭാഗം നിരന്ന പ്രദേശം. ഇവിടെ ഏകദേശം 6 പാതയുടെ നിർമ്മാണം പൂർത്തിയാവാറായിട്ടുണ്ട്. ഒരു ഭാഗത്തേക്കുള്ള ടാറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള 3 പാതയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഈ ഭാഗത്ത് നിലവിലുണ്ടായിരുന്ന റോഡ് കണ്ട ഈ ഭാഗമായിരുന്നു. അവിടെ ഇനി ടാറിങ് പൂർത്തീകരിക്കാൻ ബാക്കിയുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് സർവീസ് റോഡിൽ കൂടെയാണ്. ചാത്തന്നൂർ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ഇവിടെ KSRTC ബസ് സ്റ്റാൻഡ്, ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം KSRTC ബസ് സ്റ്റാൻഡ്. അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഇത് നല്ല ഹൈറ്റുള്ള ഒരു അണ്ടർപാസ്സാണ്. അതിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള നിർമ്മാണമാണ് പൂർത്തിയായിരിക്കുന്നത്. നല്ല ഹൈറ്റും അത്യാവശ്യം വീതിയുള്ള അണ്ടർപാസ്സാണ്. ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അണ്ടർപാസ് വരുന്നതിന് കൊണ്ട് തന്നെ നമ്മളങ്ങനെ ചാത്തന്നൂർ ജംഗ്ഷൻ എത്താൻ പോവുകയാണ്. ചാത്തന്നൂർ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്, വലിയ അണ്ടർപാസ്സാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പാലം ടൈപ്പ് അണ്ടർപാസ്സാണ് കേട്ടോ. അപ്പോൾ ആ ഗഡറുകൾ ഇവിടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഗഡറുകളിലൂടെയൊക്കെ ഇതേപോലെയുള്ള അണ്ടർപാസ്സാണ് പലയിടത്തും വരേണ്ടത്. ഇവിടെ ചാത്തന്നൂർ വരുന്നത് ചാത്തന്നൂർ വരുന്ന മേൽപ്പാലം എന്ന് പറയാൻ അണ്ടർപാസ് അല്ലേ ഇത്. 3 തൂണിലാണ് വരുന്നത്. നമുക്ക് അണ്ടർപാസ് എന്ന് തന്നെ വിളിക്കാം. അപ്പോൾ ചാത്തന്നൂർ വരുന്ന അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള തൂണിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഇനി മറുഭാഗത്ത് പേരിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാത്തന്നൂർ ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ റോഡ് പണി കാഴ്ചകൾ ഈ രീതിയിലാണ്. ഇവിടെയൊക്കെ നിരന്ന പ്രദേശമാണ്. ഇവിടെയൊക്കെ റോഡ് പണി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓടയുടെ നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇലക്ട്രിക് പോസ്റ്റൊക്കെ മാറ്റി സ്ഥാപിക്കാറുണ്ട് കേട്ടോ. ഇവിടെ ചാത്തന്നൂർ റൈറ്റ് സൈഡിൽ ഒക്കെ മാറ്റി സ്ഥാപിക്കാറുണ്ട്. ലെഫ്റ്റ് സൈഡിലൊക്കെ ഇലക്ട്രിക് പോസ്റ്റ് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിനി നേരെ തിരുമുക്കിലാണ് വരുന്നത്. നമ്മളങ്ങനെ ചാത്തന്നൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അടുത്തത് തിരുമുക്ക് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് പരവൂരോട്ട് പോകുന്ന റോഡുള്ളത്. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസ് 2 ഭാഗത്തേക്കുള്ള നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്.
ഹൈറ്റ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ വീതിയില്ല കേട്ടോ. നമ്മൾ ഇത്തിക്കര എത്താറായിട്ടുണ്ട്. ഇത്തിക്കരയിൽ പുതിയ വരുന്ന റോഡ് ഇവിടുന്ന് നേരെയാണ് പോകുന്നത്, നേരെ അങ്ങ് പോകും. അവിടെ ഇത്തിക്കര പാലത്തിൻ്റെ പണി എവിടെ വരെ എന്ന് നോക്കാം. ഇത്തിക്കര പുതിയ രണ്ട് പാലം ഒരുമിച്ചാണ് വരുന്നത്. പുതിയ റോഡ് ഈ രീതിയിലായിരിക്കും പോകുന്നത്, ഇങ്ങനെയായിരിക്കും പുതിയ റോഡ് പോകുന്നത്. ഇത്തിക്കര പാലത്തിൻ്റെ വർക്ക് പുരോഗമിക്കുകയാണ് കേട്ടോ. ഇവിടെ പാലത്തിന് ആവശ്യമായിട്ടുള്ള ഗട്ടറുകളാണ് അവിടെ അങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തിക്കര പഴയ പാലം പൊളിക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, പക്ഷെ പുതിയ രണ്ട് പാലം വരുന്നുണ്ട് അവിടെ ലെഫ്റ്റ് സൈഡിലാണ്. ഇപ്പം നമ്മൾ വന്ന തിരുവനന്തപുരത്ത് നേരപ്പം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് രണ്ട് പാലം വരുന്നത്. ഇതെല്ലാം ഇത്തിക്കര പാലത്തിന് ആവശ്യമായിട്ടുള്ള ഗർഡറുകളാണ്. നമ്മളിപ്പം ഇത്തിക്കര പാലം കഴിഞ്ഞിട്ട് മൈലക്കാടിലെത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. നമുക്ക് സർവീസ് റോഡ് വഴി ഒന്ന് കയറിപ്പോയി നോക്കാം. ഇവിടെയൊക്കെ സർവീസ് റോഡ് വീതി ഉള്ളതുപോലെ അല്ലേ. അത് ഒരു വാഹനം ഇവിടെ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും വീതി തോന്നത്തില്ല. ഒരു വാഹനം ഇല്ലെങ്കിൽ നമുക്ക് വീതിയായിട്ട് തോന്നുന്നു. എല്ലായിടത്തും 7.5 മീറ്റർ ആണ്. ഇതൊക്കെ ഒന്ന് അളന്ന് നോക്കണം, 7.5 മീറ്റർ ഉണ്ടോ ഇല്ലെന്നൊക്കെ. ഇവിടെ കണ്ട ഇലക്ട്രിക് പോസ്റ്റ് സൈഡിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് മൈലക്കാടാണ് കേട്ടോ. കൊട്ടിയം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലമാണ്. ഓ അടിപൊളി. ഇവിടെ ഇത്രയും പണി പുരോഗമിച്ചോ? ഇവിടെ അന്ന് വരെ സർവീസ് റോഡ് ടാർ ചെയ്തിട്ടില്ല. ഇവിടം വരെ സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുള്ളൂ. പിന്നെ അങ്ങ് ടാർ ചെയ്തായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നേരെ പോവാം. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ. തൂണിലാണ് കേട്ടോ ഇവിടെ വരുന്ന അണ്ടർപാസ്. ഇതേപോലെ തൂണിൽ നിർമ്മിച്ചായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. പലയിടത്തും അണ്ടർപാസ് അല്ലേ. നമ്മളിപ്പോൾ പോകുന്നത് സർവീസ് റോഡ് വഴിയാണ്. ഈ ഭാഗത്ത് ടാറിങ് ചെയ്തില്ല, ഉടനെ തന്നെ ടാറിങ് പൂർത്തിയായിരിക്കും. ടാറിങ് കേട്ടോ. ഇലക്ട്രിക് പോസ്റ്റൊക്കെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് മാറ്റി സ്ഥാപിച്ചാണ് കേട്ടോ. ആണ് മൈലക്കാട് ഇറക്കത്ത് വരുന്ന ഒരു അണ്ടർപാസ്. ഈ അണ്ടർപാസ് വരുന്നതോടുകൂടി ഇവിടുത്തെ കയറ്റം ഇറക്കം പൂർണ്ണമായി ഒഴിവാകും.
കണ്ടോ, നല്ല വീതിയും ഹൈറ്റും ഒക്കെ ഉള്ള അണ്ടർപാസ്സാണ്. കണ്ടോ, ഇതേപോലെയുള്ള അണ്ടർപാസ്സാണ് പലയിടത്തും വരേണ്ടത്. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ തൃശ്ശൂരും മലപ്പുറത്തും പലയിടത്തും ഇതേ അണ്ടർപാസ്സാണ് വരുന്നത്. നമ്മൾ കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലാണ് കൂടുതലില്ല പെട്ടി പോലത്തെ അണ്ടർപാസ് പണി വെച്ചേക്കുന്നത്. ബോക്സ് അണ്ടർപാസ്. അപ്പോൾ നമ്മൾ മയിലക്കാട് കയറ്റം കയറുകയാണ്. ഇവിടെ സർവീസ് റോഡിൽ കൂടെ പോവാണ്. സർവീസ് റോഡ് ഈ ഭാഗത്തൊക്കെ ടാറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ മണ്ണിട്ട് നല്ല രീതിയിൽ ഉയരും. അപ്പോൾ മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ. നമ്മൾ സിത്താര ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. കൊട്ടിയം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പുള്ള സ്ഥലമാണ്. ഈ ഭാഗത്തും സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. ഇവിടെ മെയിൻ റോഡ് കുറച്ച് താഴ്ന്നിട്ടായിരിക്കും പോകുന്നത് കേട്ടോ. അപ്പോൾ മെയിൻ റോഡ് കുറച്ച് ഇടിച്ച് താഴ്ത്തിട്ടുണ്ട്. കൊട്ടിയം മേൽപ്പാലത്തിൻ്റെ വർക്കുകൾ എവിടെ വരെയായെന്ന് നമുക്ക് കൊട്ടിയത്ത് പോയി നോക്കാം. ഈ ഭാഗത്തൊന്നും റോഡ് നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കൊട്ടിയത്ത് എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ കൊട്ടിയത്ത് വരുന്ന മേൽപ്പാലത്തിൻ്റെ പിയർ വർക്ക് കഴിഞ്ഞു. അതുപോലെ പിയർ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് 1, 2, 3, 4 പിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ പിയർ ഗ്യാപ്പ് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5ാമത്തെ പിയറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ ഫാസ്റ്റാണല്ലോ, ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പാലത്തിന് ആവശ്യമായിട്ടുള്ള ഗഡറുകൾ അതേപോലെ തന്നെ അപ്പുറത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഓ, ഭയങ്കര ഫാസ്റ്റ് ഉണ്ട്. ഭയങ്കര ഫാസ്റ്റായിട്ട് പോയേ പറ്റൂ. കാരണം അവർക്ക് 1 വർഷം മാത്രമേ ഉള്ളൂ കയ്യിൽ. നമ്മളെ കൊട്ടിയം ഡ്രീംസ് മാൾ തിയേറ്റർ ഇടയ്ക്ക് ഉദ്ഘാടനം ആവുമെന്ന് പറഞ്ഞിട്ട് ഉദ്ഘാടനം ആയില്ലേ ഇടയിൽ. കൊട്ടിയം കഴിഞ്ഞ് വരപ്പോൾ ഈ ഭാഗത്തൊന്നും നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല.
ഉമയനെല്ലൂർ എത്തി. ഉമയനെല്ലൂർ അണ്ടർപാസ് വളരെ ചെറിയൊരു അണ്ടർപാസ്സാണ് ഉമയനെല്ലൂരുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ മെയിൻ റോഡ് കെട്ടി ഉയർത്തുകയാണ്, മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വീതി എത്ര ഇട്ടെന്ന് നോക്കാം. ഓ, അവിടെ പോസ്റ്റോട്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് മേവറം വരെ പോവാം. ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടുന്ന് അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് നല്ലത്. ഓ, ഇവിടെ വേണ്ട, നമ്മൾ ഉമയനെല്ലൂർ കഴിഞ്ഞ് വരപ്പം ഇവിടെ ടാറിങ്ങൊക്കെ ഇത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഗഡറുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് മേവറത്ത് അണ്ടർപാസ് വരുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഗഡറാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വാഴപ്പള്ളിയാണ്. വാഴപ്പള്ളിയിൽ ആറൂര് പാതയുടെ നിർമ്മാണമൊക്കെ ഇത്രത്തോളം ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഉടനെ ടാറിങ് തുടങ്ങും. ഓ, വാഴപ്പള്ളി ആകെ മാറി. ഇവിടെ നല്ല രീതിയിലുള്ള വർക്ക് പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ. മേവറത്ത് എത്തിയിട്ടുണ്ട്. മേവറത്ത് നിന്നാണ് കൊല്ലം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൊല്ലം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്ത് കൊല്ലം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്തടുത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അതിൻ്റെ പൈലിംഗ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, ഇവിടെ ആകെ അടിമുടി മാറി, സിഗ്നലൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓ, കേട്ടോ, ഇവിടുത്തെ സിഗ്നലും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയൊരു അണ്ടർപാസ്സാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ചവറ വരെയുള്ള ഭാഗത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.